നമസ്കാരം, ആരാമനാണേ. നിൽക്കുന്നത് ചിന്നാർന്ന് പറഞ്ഞ സ്ഥലത്താണ്. തോപ്രാങ്കുടിയിൽ നിന്നൊരു എനിക്ക് തോന്നുന്നൊരു 6-7 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ചിന്നാർന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഞങ്ങൾ ചെറിയൊരു ചൂണ്ടയിടാൻ പരിപാടിയൊക്കെ ആയിട്ട് വന്നതാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നത് ചൂണ്ടയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന ഒരു ചൂണ്ടെന്ന് പറക്കാം. മീനെ കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞായറാഴ്ചയൊക്കെയല്ല, അപ്പം ഒന്ന് ചുമ്മാ അവൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വന്ന് അവനെ കണ്ട് കുറച്ച് നാളായിരുന്നു. അപ്പം ചൂണ്ടയൊക്കെ ഇട്ട് മീനൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ഒന്ന് ഓർത്ത് വന്നാൽ ചിന്നാർന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ചിന്നാർ തൊട്ട് താഴെ ഈ പോകുന്ന വഴിക്ക് ചെറിയൊരു ആറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഏറെക്കുറെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തോടെ ഒരു ആറ് ഒഴുകുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. ഈ വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഈ വഴിക്ക് താഴേക്ക് ഇറങ്ങി പോയിട്ടാണ് അവർ മുന്നോട്ട് പോയി. എൻ്റെ കൂടെ എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ട്. വിഷ്ണുവിനൊക്കെ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ബൈക്കിനാണ് വന്നത്. ഇത് അജിത്തിൻ്റെ വണ്ടി, അജിത്ത് എന്നാണ് ആളുടെ പേര്. അവൻ്റെ അടുത്താണ് ഞങ്ങൾ വന്നത്. ഇത് അവൻ്റെ വണ്ടി, ഇത് ഞാൻ കൊണ്ടുവന്ന വണ്ടി. അതിൻ്റെ പുറകെ കിടക്കുന്നത് വേറൊരു വണ്ടി. അവൻ നമ്മളോട് വന്ന ആളാണ്. ഞങ്ങൾ ഈ വഴിക്ക് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് പോകാനായിട്ടുള്ള പരിപാടിയില്ല. അവർ മുന്നോട്ട് പോയി. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് പയ്യെ താഴേക്ക് പോകുന്നൊരു ഭാഗമായി കാണുന്നത്. നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവായിരുന്നേ. അപ്പം ഇവിടെ എത്തിപ്പിക്കുന്നുണ്ടോ മൊത്തം നമ്മളിവിടെ ഈറ്റാന്ന് പറഞ്ഞത്. ഇടുക്കിയിലൊക്കെ ഈറ്റക്കാട് പോലെ ഒരു ഏരിയയാണ്. താഴേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി. നമ്മൾ ഈ വഴിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ മൊത്തം ഈറ്റക്കാട്. ഇത് കൂപ്പാണ്, പണ്ടത്തെ ഒരു കൂപ്പാണ്. ഇവിടെ ഇപ്പം തടി ഇറക്കുന്ന പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഈ വഴിക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്നത് ചങ്ങാടത്തലാണ് പോകുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ടുണ്ട്. അവനോട് ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ലേ, അവനിവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവനെ പറഞ്ഞു നമുക്ക് ചങ്ങാടത്തേക്കാണ് കയറി അക്കരയ്ക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവനെ കാണിച്ചു തരാം. മൊത്തം ഒരു കാട് ഏരിയ ആണ്. ഇത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് മൊത്തം. ഇത് നമ്മൾ ഈ ഒരു വഴിക്ക് ഇറങ്ങി പോകുന്നത്. അവൻ ദേ അവിടെ നടന്നു പോകുന്നുണ്ട്. ഞാൻ അവൻ്റെ പുറകെയാണ് പോകുന്നത്. വീഡിയോയ്ക്ക് ചെറിയ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണോ കേട്ടോ. അല്ല, ഇതൊക്കെ ഈ മുള്ളംപന്നി അതുപോലുള്ള ചെറിയ കാട്ടമൃഗങ്ങളുടെ ഒരു ഏരിയ ആണ് ഈ പോകുന്ന വഴിത്താരയൊക്കെ. നമ്മളിവിടെ വഴിത്താര എന്ന് പറയുന്നത്. ഇതിൻ്റെ വഴിത്താരയൊക്കെ. ഇത് എൻ്റെ ഫ്രണ്ട് അജിത്ത്. അവനങ്ങ് പോയി. ഞാൻ അവൻ്റെ പുറകെ അങ്ങോട്ട് ചെല്ലുകയാണ്. നമ്മളിനി ഇവിടുന്ന് ചെങ്ങാടത്തലാണ് മുന്നോട്ട് പോകുന്നത്. മുന്നോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആറ്റിലെത്തി. നമുക്ക് ചൂണ്ടയിട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത് മുഴുവൻ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഈ ചിന്നാർ ഭാഗം മുഴുവൻ ഒരു പരിധിവരെ ഫോറസ്റ്റ് ഏരിയ. നമ്മളിപ്പോൾ ഈ വഴിക്കാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. ഈ വഴിക്ക് ഇനി മുന്നോട്ടേക്ക് പോകണം. മുന്നോട്ട് പോയിട്ട് നമ്മൾ ആറ് മുറിച്ച് നമ്മൾ അപ്പുറത്ത് കിടക്കണം. നമുക്ക് അപ്പുറത്ത് നിന്നാണ് വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. അവർ അപ്പുറത്ത് കടന്നാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ചങ്ങാടം കിടക്കുന്നത്. എനിക്ക് ചങ്ങാടം പിടിക്കാനോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അവനാണ് അതൊക്കെ ചെയ്യുന്നത്. ഇത് മുഴുവൻ ഒരു ഈറ്റക്കാട് അങ്ങനെ ഈ കിടക്കുന്നൊരു ആറില്ലേ, ഈ ആറ് മുറിച്ച് കിടന്നാണ് നമുക്ക് അപ്പുറത്ത് കിടക്കാൻ. അവനാണത് പിടിക്കുന്നത്. അജിത്ത്. ഇതാണ് എൻ്റെ ഫ്രണ്ട് അജിത്ത്. ഇത് അജിത്ത്. അപ്പോൾ അവനാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിടിക്കുന്നത്. നമ്മൾ ഈ ഒരു ചങ്ങാടത്തെ കയറി വേണം അങ്ങോട്ട് അക്കരയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ചങ്ങാടത്തിലേക്ക് കയറാം. അതിത്തെ കയറിയല്ലോ. ഈ ഒരു ചെറിയ വഴിക്ക് വേണം നമ്മൾ പോകാനായിട്ട്. ചങ്ങാടം പിടിക്കുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ ഇച്ചിരി വ്യത്യസ്തമായ കാഴ്ചയായിരിക്കും നമുക്കിത്. കാരണം ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളങ്ങനെ ചങ്ങാടത്തിനൊന്നും കയറിയിട്ടില്ല. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവനാണ്. ഞാൻ ആദ്യം കയറാം കേട്ടോ. അതിത്ത് പുറകെ കയറാമെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം കയറി. നമ്മൾ ഈ ചങ്ങാടത്തിൽ കയറുമ്പം വെയിറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനിവിടെ സെൻറ്ററിൽ കയറി നിൽക്കുക. ഇതങ്ങോട്ട് ചിന്നാറിൻ്റെ ഒരു ഏരിയ ആണ്. ചിന്നാർ ഒഴുകിപ്പോകുന്ന അങ്ങോട്ടാണ്. ഇവിടെ നിന്നാണ് ഇതൊഴുകി വരുന്നത്. ഇങ്ങനെ അങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത്. നമ്മൾ ചങ്ങാടത്തെ കയറി. ഞാൻ കയറി. അവനും കയറിയിട്ടുണ്ട്. ഇത് അയിത്ത്, വിഷ്ണു, ഇത് അപ്പൂസ്. ഇവരൊക്കെ ഒരു ചെറിയ പരിപാടികളാണ്. ഇവനിപ്പം ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാവ് കുഴച്ചുകൊണ്ടിരിക്കുക അവൻ. നമ്മൾ മാവ് ഇട്ടാട്ടോ ഇത് ഇടാൻ പോകുന്നത്. മീനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല.
എന്തായാലും അവർ ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇടാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. ഞാൻ മുമ്പ് വന്നേക്കുന്നതൊക്കെ ആ വഴിക്കാണ് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് പ്രളയം വന്ന ആ സമയത്ത് ഈ ഒരു കാണുന്ന ഈ പാലം അത് കഴിഞ്ഞപ്പോൾ പോയി എന്നാണ് അവൻ പറഞ്ഞത്. അവരവിടെ നിന്ന് ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഒരു പറമ്പിലാണ്. ഈ പറമ്പിൻ്റെ സൈഡിലാണ് യാറിങ്ങനെ പോകുന്നത്. പറമ്പിൽ റബ്ബർ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പറമ്പാന്ന് തോന്നുന്നു. ഇത് റബ്ബർ എത്തുന്നൊരു ഏരിയയാണിത്. കുറേ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറമ്പിൽ. കൂടാതെ കൊക്കോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊക്കോ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ ഇടുക്കിയിലുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം. കൊക്കോയും കാര്യങ്ങളും ആക്കി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇത് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ നമ്മുടെ പുറത്തുള്ള സബ്സ്ക്രൈബേഴ്സിനോട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ശരിക്കും കൊക്കോ എന്നുള്ള സംഭവം. ഇതിങ്ങനെ നീണ്ടു കിടക്കുന്നൊരു പറമ്പാണ്. ഇത് ആറ് ഒരു ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ടുള്ളൊരു പറമ്പാണ് ഇത്. കാരണം ടാപ്പ് ചെയ്തേക്കുന്ന റബ്ബറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ടാപ്പ് ചെയ്ത് റബ്ബർ പാൽ വരുന്ന ഈ ഒരു ഇതിനകത്തൊക്കെയാണ് ഇതിങ്ങനെ ടാപ്പ് ഇതിങ്ങനെ ഓവർ വെള്ളം ചാടി ഒരു പ്രശ്നം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ മേടി വെക്കുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ പറമ്പിൽ ഇങ്ങനെ നടത്തുന്നതായിരുന്നു. ഇതിങ്ങനെ അങ്ങ് എത്തിക്കിടക്കുന്നൊരു പറമ്പാണ്. അങ്ങോട്ടിങ്ങനെ അത്യാവശ്യം ആദായമൊക്കെയുള്ളൊരു പറമ്പാണ്. അതിൻ്റെ അപ്പുറത്തൊരു ഏലക്കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. കാരണം ഏലത്തിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവരവിടെ ഇരുന്ന് ചൂണ്ട ഒക്കെ റെഡിയാക്കി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളവിടെ മാവ് കുഴയ്ക്കുന്നുണ്ട്. അതുപോലെ ഒരാളവിടെ ചൂണ്ട കെട്ടുന്നുണ്ട്. ഇവർ ചൂണ്ട രണ്ടുപേരും സെറ്റാക്കുന്നു. അവർ അവിടുന്ന് മാവ് കുഴയ്ക്കുന്നുണ്ട്. ഈ ആറ്റിൽ നമുക്ക് മീനെ പിടിക്കാം എന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷയിൽ നമ്മൾ വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം മീൻ കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ ചൂണ്ട ഇടാൻ പോകാം കേട്ടോ. അയത്താണിത് മുകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ അവർ ഇതിൻ്റെ ബാക്കിയുള്ള ഇരയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ മൈദ ഇടുന്നത്. ഇത് കൊടുത്തിട്ടിട്ടുണ്ട്. മീൻ കൊത്തുവാണ് നമുക്കിതിൻ്റെ അറിയാം. നമ്മൾ മുമ്പ് ഇവിടെയായിരുന്നു നിന്നിരുന്നത്. ഇവിടെ നേരെ ചങ്ങാടത്തെ കയറി ഞാനിങ്ങ് പോന്നു. പക്ഷേ ഇവിടെ മീനങ്ങനെ കൊത്തുന്നൊന്നുമില്ല. അവരും അവിടെ ഇടുന്നുണ്ട്. അതിൻ്റെ അകത്ത് മീനൊന്നും വലിയ കാര്യമായിട്ട് കൊത്തിയിട്ടില്ല. നമ്മൾ എന്തായാലും ഞാൻ സെൻറ്ററിലേക്ക് പോന്നു. ഇതിപ്പം ഇവിടേക്ക് ഇത്രയും നമ്മൾ ഈ ഒരു കയറ് ഇതാണ് ചങ്ങാടം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഞാനിവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഞാൻ കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു കൈ ചൂണ്ടയുണ്ട്. ചങ്ങാടത്തെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ കൂട്ടുകാരന്. അതുകൊണ്ട് അയത്ത് അവനെ ചങ്ങാടത്തെ കയറ്റി വലിച്ചുകൊണ്ടിരിക്കുക. അവൻ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവനെ വിശ്വസിച്ച് കയറിയതാട്ടോ. കുഴപ്പമൊന്നുമില്ല. അവൻ അങ്ങ് വരെ പോകുന്നുണ്ട്. ഇട്ടിട്ടുണ്ടെങ്കിലായിരുന്നേ. ഇപ്പോൾ ഒരു ചേട്ടൻ വന്നു. പുള്ളി അക്കരെ താമസിക്കുന്നത്. പുള്ളി ഇതിലൂടെ ചൂണ്ടയ്ക്ക് പുള്ളി ഒറ്റയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു പോവാം. ഇങ്ങനെയാണ് ശരിക്കും. നമുക്ക് അത്രയും ഒരു ഇതില്ല. നമുക്കിവിടുന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. നമ്മളിനിയിപ്പം പയ്യെ തിരിച്ച് പോവാം. ഇപ്പം വൈകുന്നേരം ഒരു 4:45 അടുത്തായി. എല്ലാവരും മടുത്തു കേട്ടോ. ഭയങ്കരമായിട്ട് മടുത്തു. ഞങ്ങൾ ഏറെക്കുറെ ഒരു 2:30-3 മണി സമയത്ത് ഇവിടെ ഇറങ്ങിയതാണ്. മീനെ കൊടുത്ത പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നോക്കാമെന്ന് ഓർത്തിറങ്ങി വന്നതാണ്. പക്ഷേ മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കയറി പോവാം. ഈ വഴിക്ക് നേരെ റോഡിലേക്ക് കയറി പോവുകയാണ്. അവരെല്ലാം പറഞ്ഞ് വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.